നമ്മുടെ ഈ രാജധാനി കരിയർ അക്കാഡമിയിൽ ഈ മേഖലയിൽ എന്തൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് പ്രധാനമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളത് ഇന്ന് നിയമം മൂലം തന്നെ കേരളത്തിൽ എവിടെ ഒരു ബിൽഡിംഗ് വെക്കണമെങ്കിലും ഇന്ന് പഞ്ചായത്തിലോ കോർപ്പറേഷൻ്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ അംഗീകാരം വാങ്ങുന്ന ഒരു പെർമിറ്റ് ഡ്രോയിങ്, അതുപോലെ തന്നെ സർവേ സ്കെച്ച്, അതുപോലെ ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ നമുക്കൊരു എസ്റ്റിമേഷൻ വേണം. അതുപോലെ തന്നെ നമുക്ക് ഇന്നൊക്കെ ഏതെങ്കിലും ഒരു വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ അതിനകത്തൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിനൊരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അതുപോലെ സ്റ്റേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇങ്ങനെ നിയമം മൂലം തന്നെ കേരളത്തില് ഭയങ്കരമായ ഒരു ജോലി സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ജോലി സാധ്യത കറക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഞങ്ങളെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇന്ന രീതിയിലാണ് ഒരു പെർമിറ്റ് പ്ലാൻ വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഒരു ബാങ്ക് ലോൺ എടുക്കേണ്ടത് ഇങ്ങനെ, ഒരു ലോൺ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുന്നതിലൂടെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഫ്രീ ലാൻഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടും